മരിച്ചുപോയ എൻ്റെ ഹസ്ബൻഡിനും സ്മെല്ല്, അതായത് വിയർപ്പിൻ്റെ സ്മെല്ല്. ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ലൈവ് തുടങ്ങിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രേണുസുതി വളരെ ആക്റ്റീവായിട്ടാണ് ഇന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമാണ് ആക്റ്റീവ് എന്നുള്ളത്. പക്ഷേ ഇന്ന് വളരെ ആക്റ്റീവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു അനീഷുമായൊരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അനീഷിൻ്റെ അടുത്ത് നന്നായിട്ട് തർക്കിക്കുന്നുണ്ട് ഉറങ്ങിയതിൻ്റെ പേരിൽ. അതുപോലെ തൻ്റെ പേര് പ്രൊനൗൺസ് ചെയ്യുന്ന രീതി തെറ്റാണ്, അത് മര്യാദക്ക് പ്രൊനൗൺസ് ചെയ്യണമെന്നും എൻ്റെ പേര് രേണു എന്നാണെന്നും വളരെ വ്യക്തമായിട്ട് എടുത്തു തന്നെ പറയുന്നുണ്ട്. ഇന്ന് ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ രേണുവിനെയാണ് സപ്പോർട്ട് ചെയ്തത്. കാരണം അനീഷ് അവിടെ ഒരു ഒറ്റയാൾ പട്ടാളം കളിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കണം. പക്ഷേ ചില അവസരങ്ങളിൽ അനീഷ് ഇച്ചിരി ഓവറായിട്ടാണ് കളിക്കുന്നത് പോലെ എനിക്കും തോന്നിയിരുന്നു. പിന്നീട് ഇപ്പോഴേ രേണുസുതി ഹൗസ് മേറ്റ്സിലെ ചില അംഗങ്ങളോട് ഷാനവാസിനോടൊക്കെ ഇരുന്നുണ്ട് തനിക്ക് കിട്ടിയ പെർഫ്യൂമിനെ കുറിച്ച് വിവരിക്കുകയാണ്. പെർഫ്യൂമിൻ്റെ യഥാർത്ഥ കഥ ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് ചീത്ത മണമാണെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വിയർപ്പ് നാറ്റമാണ്, വിയർപ്പ് അതുകൊണ്ടാണ് നാറ്റം എന്ന് ഉദ്ദേശിച്ചത്. അത് എനിക്ക് ഉണ്ടാകുന്ന എനിക്കിഷ്ടമുണ്ടാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, അത് അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല, അത് തീർന്നു പോകും. അങ്ങനെ ആ ഒരു പെർഫ്യൂമിൻ്റെ വിവരണം നൽകുന്നു. അതോടൊപ്പം തന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്കും അത് ഉണ്ടാക്കിക്കൊടുത്ത യൂസഫും എല്ലാവർക്കും തന്നെ വളരെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരു സ്മരണാർത്ഥം ഈ ബിഗ് ബോസ് വീട്ടിൽ പോയിരുന്ന് അവരെ സ്മരിക്കുകയാണ്. അതുപോലെ ബിഗ് ബോസിൻ്റെ ആ ഒരു സെറ്റിലിരുന്നുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു പെർഫ്യൂമിൻ്റെ വില എത്രമാത്രമാണെന്നും ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നഷ്ടമാണെന്നും തന്നെ ആരും ക്ഷണിക്കാനോ വിളിക്കാനോ ഒന്നുമില്ലെന്നും അച്ഛനും അമ്മയ്ക്കും അവരവരുടേതായ കാര്യങ്ങളാണ് തിരക്കാനുള്ളത്, അവർക്ക് കുട്ടികളെ നോക്കണം, പക്ഷേ ഞാൻ എവിടെ പോയി എന്ന് തിരക്കാനായിട്ട് ഇപ്പോൾ ആരുമില്ല, എന്നെ ഒരു മകളായി കണ്ട് സ്നേഹിച്ച എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇല്ല. അങ്ങനെ സ്വന്തം സങ്കടങ്ങൾ ബിഗ് ബോസിലിരുന്ന് വീണ്ടും പറയുകയാണ് രേണുസുതി. പല രീതിയിൽ ഷാനവാസും നൂറയും ഒക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ച് കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ ലൈവ് പോകുന്നത്. ലൈവിൽ വേറെ ടാസ്ക് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ മൂലക്ക് കൂടിയിരുന്ന് കഥകൾ പറയുവാണ്. ഒരു സൈഡിൽ നൂറയുടെയും ആദിലയുടെയും കഥ പറയുന്നു, ഒരു സൈഡിൽ വേറെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഫുഡ് കിട്ടിയാൽ എങ്ങനെ ഷെയർ ചെയ്യണമെന്നുള്ള ഡിസ്കഷനിൽ പോകുന്നു. എങ്കിൽ ബെഡ്റൂമിലാണ് ഈ ഒരു ഡിസ്കഷൻ, നമ്മുടെ രേണുസുതിയുടെ ഡിസ്കഷൻ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ടാസ്ക് ഒക്കെ വരുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ തരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.